വീഡിയോയിലേക്ക് നിറയും രാധയിലെ ആ ഒരു എന്താ പറയാ ഒരു സുന്ദരി കുട്ടി. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പെൺകുട്ടിയാണ് എവിടെയെങ്കിലും ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അതിപ്പോ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഫ്രണ്ട്സിൽ ഞാൻ ഇത് ഡാൻസ് കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. ഏതൊക്കെ സിനിമയാണ് നമ്മുടെ രാപ്പകലുണ്ട്, കുറച്ചും കൂടെ നമുക്കൊരു വിഷമം വന്നൊരു ക്യാരക്ടർ. നമുക്ക് അയ്യോ നല്ല സുന്ദരി മോള് ഇല്ലെങ്കിൽ കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരുമല്ലോ കുഞ്ഞിന്റെ പിടിച്ച് വലിക്കുന്ന സീക്വൻസ് ഒക്കെ. അതിൽ മമ്മൂട്ടിയായിട്ടുള്ള കുറച്ച് അടിപൊളി ഞാൻ ടച്ച് വുഡ് ഞാൻ അഭിനയിച്ച എല്ലാ മൂവീസിലും ഉണ്ടായിരുന്ന കോ ആക്ടേഴ്സ് റിവ്യൂവിങ് അമേസിംഗ് മെമ്മറി. ഷാജ് സർ ഞാൻ പറഞ്ഞ ആ ഒരു ഇത് വെരി ഭയങ്കര എന്താ പറയുക ഹ്യൂമർ സെൻസ് ഉള്ള നമ്മളിൽ ഒരാളായിട്ട് പിള്ളേരുടെ എല്ലാവരുടെയും കൂടെ അടിപൊളിയായിട്ട് നടത്തുന്ന ഒരു പല്ല് വരച്ചില്ല അവരാണെങ്കിൽ ലാൽ സാറിനോടും കൽപ്പിക്കാൻ ആ ചിലപ്പോൾ പല്ല് വരത്തില്ല I guess I look here, look there, over where am I scared, where am I at? I gotta make it in this life, whatever makes me happy, don't do things right. Sipping in the summer on a goose and Sprite, or find a nightclub for the end of the night, oh. And we all got dreams. ഹായ് ഹലോ നമസ്കാരം. ജാങ്കോസ് ബേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഓഡിയൻസിന്റെ അപ്പുറത്തേക്ക് ഞാനും ഒരു കൊല്ലമായിട്ട് ഞാൻ ഒരാളുടെ ഇന്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. ഇപ്പോഴാണ് ഫൈനലി ഇന്നത്. അങ്ങനത്തെ ഒരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആൽബം അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട കുറേ സിനിമകളിലൊക്കെ നമ്മളിങ്ങനെ കണ്ട് ഈ ഒരു മോളോട് കാണാൻ പറ്റിയിരുന്നതിലൊക്കെ ആഗ്രഹിച്ചപ്പോൾ ഒരാളിപ്പം വളർന്നൊരു സുന്ദരി കുട്ടിയുടെ എൻ്റെ മുന്നിലുണ്ട്. ലെറ്റ് മീ വെൽക്കം മാളവിക. വെൽക്കം ടു ദി ഷോ. ഞാൻ ആദ്യം പറഞ്ഞ ആൽബം ഏതാണെന്ന് പറഞ്ഞു കൊടുക്ക്. മിഴിയഴക് നിറയും രാധ. അതെ, മിഴിയഴക് നിറയും രാധയിലെ ആ ഒരു എന്താ പറയാ ഒരു സുന്ദരി കുട്ടി. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ പെൺകുട്ടിയാണ് നമ്മൾ അല്ലേ, കൃഷ്ണനായിട്ടുള്ള ആ ഒരു മോളാണ് ഈ ഇരിക്കുന്നത്. എത്ര വയസ്സുള്ളപ്പോഴാണ് അത് ചെയ്തത് നമ്മള്? അത് എൻ്റെ 3rd സ്റ്റാൻഡേർഡിൽ, അതായത് 8-9 years. ഇപ്പൊ 24. ഓ മൈ ഗോഡ്, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ തിരിച്ചു വരുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു റീൽ ഇട്ടപ്പോഴാണോ കുറച്ചും കൂടെ ആൾക്കാർ തിരിച്ചറിഞ്ഞത്? എനിക്ക് ആ സമയത്ത് നമ്മൾ ഈ അമ്പലങ്ങളിൽ പോകുമ്പോൾ അപ്പൊ ആൾക്കാര് ഓ ഈ കുട്ടിയാണോ അങ്ങനെ. പക്ഷെ ഇത്രയും നാളുകൾക്ക് ശേഷം അത് ഇപ്പൊ ആ റീൽ ഇട്ടതിന് ശേഷമാണ് ഓ ആ കുട്ടി കുട്ടിയാണല്ലേ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാനും അത് കണ്ടത്. ഒരൊറ്റ റീൽ ചാലഞ്ചിൽ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് അയ്യോ ഇതാണ് ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് കണ്ടപ്പോൾ. ഇപ്പോ അത് അറിഞ്ഞതിന് ശേഷം ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു പിന്നെ മെസ്സേജ് ഒക്കെ അയച്ചത്? ആ എല്ലാവരും നമ്മുടെ കൃഷ്ണനാണോ എന്ന് ചോദിച്ച് കുറച്ച് പേരും ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു. പിന്നെ കൂടുതലും എനിക്കിപ്പോൾ കമന്റ് സെക്ഷൻ നോക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഹാപ്പി ആയത് ഒത്തിരി പിള്ളേരുടെ ചൈൽഡ്ഹുഡ് ഒരു എവിടെയെങ്കിലുമൊക്കെ അവർ ഡാൻസ് കളിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ അവർ പറയാ എടാ ഞാൻ ഇത് ഡാൻസ് കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തില്, അത് നീ ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെ. അല്ല ഈവൻ ഞാനും 25, അപ്പൊ പിന്നെ ഊഹിക്കാലോ സെയിം ഏജ് കാറ്റഗറിയിലാണ് ഞാനും ഇത് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും നമ്മുടെ വീട്ടിലാണെങ്കിലും ഒക്കെ എപ്പോഴും ഈ പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ഇപ്പൊ റീസെന്റ് പറയാനാണെങ്കിൽ പല കോമഡി സ്കിറ്റിലും ഒക്കെ നമ്മൾ ഈ പാട്ട് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട്. ഫേമസ് ആക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം ചെയ്തതാണ് ഏറ്റവും കൂടുതൽ. അയ്യോ അതാണ്. അപ്പൊ ഞാൻ കമന്റ് സെക്ഷൻ ഭീമൻ രഘു സാറിന്റെ ആ ഒരു ഭയങ്കര കുറെ കമന്റ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ ആൽബത്തിന്റെ വിശേഷം മാത്രമല്ല പറയാനുള്ളത്, ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും റിപ്പീറ്റ് വാല്യൂ ഉള്ള എപ്പോഴും കാണുന്ന സിനിമകളിലൊക്കെ ആളുണ്ട് അല്ലെ. ഏതൊക്കെ സിനിമയാണ്? നമ്മൾ രാപ്പകലിലുണ്ട്, ഇന്നത്തെ ചിന്താവിഷയം, അച്ചുവിന്റെ അമ്മ, വിനോദയാത്ര, പിന്നെ രസതന്ത്രം. ഓക്കെ, ഇതെല്ലാ സിനിമയും എല്ലാവർക്കും അറിയാം. എനിക്കത് മലയാളികൾ ഈ സിനിമകൾ കാണാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അതിൽ അച്ചുവിന്റെ അമ്മയുടെ ക്യാരക്ടറാണ് നമുക്ക്
കുറച്ചും കൂടെ നമുക്കൊരു വിഷമം വന്നൊരു ക്യാരക്ടർ. നമുക്ക് അയ്യോ നല്ല സുന്ദരി മോള്, ഇല്ലെങ്കിൽ അത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരുമല്ലോ, കുഞ്ഞിന്റെ പിടിച്ച് വലിക്കുന്ന സീക്വൻസും ഒക്കെ. അതിൽ മീര ജാസ്മിന്റെ ബാല്യം അഭിനയിച്ച ആളാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാ വിശേഷവും സംസാരിക്കണം. ആദ്യം എങ്ങനെയാണ് നമ്മളിങ്ങനെ അഭിനയത്തിലേക്ക് വരുന്നത്? അച്ഛൻ്റെ പേര് സുനിൽ എന്നല്ലേ. അച്ഛൻ ഡാൻസറാണ്. അച്ഛൻ കഴിഞ്ഞ 40 years ആയിട്ട് ഹി റൺസ് എൻ അക്കാഡമി. അപ്പോൾ അച്ഛന് മൂവി ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സത്യൻ അങ്കിളായിട്ട് അച്ഛന് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് എനിക്ക് അന്നത്തെ പിന്നെ ഓർമ്മയില്ല എങ്ങനെയാണ് അപ്പോൾ അതിലേക്ക് വിളിച്ചതെന്നൊക്കെ അച്ഛനെ ലൈക്ക് ത്രൂ ഹിം ഓൺലി. അപ്പോൾ അന്ന് അവിടെ വിളിച്ചു പോയി. ഒരു ദിവസത്തെ ഷൂട്ടായിരുന്നു. ആകെ ഓർമ്മയുള്ളത് പറഞ്ഞാൽ കാലത്തോട്ട് രാത്രി വരെ രാത്രിയായി ഷൂട്ട് ചെയ്യാനുള്ള നമുക്കൊരു ഗ്യാപ്പ് ആയത്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഐ റിമെമ്പർ ഇങ്ങനെ ചോദിച്ചു എന്നിങ്ങനെ ഞാൻ സത്യനങ്ങളോട് ചോദിച്ചു പോലും, ഇതൊന്ന് കാണിച്ചു തരുമോ എനിക്ക് എങ്ങനെ അഭിനയിക്കണ്ടേ. യൂഷ്വലി സത്യനങ്ങൾ അന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്, ഇങ്ങനെ ആരും സത്യനങ്ങളോട് തന്നെ ചോദിച്ചിട്ടില്ല ഒന്ന് കാണിച്ചു തരുമോന്ന്. അപ്പോൾ അന്ന് 3 വയസ്സ് എന്തോ ഉള്ളൂ. അപ്പൊ അന്നത്തെ അതാണ് എനിക്ക് ഉള്ളൊരു ഫെയിൻറ്റ് മെമ്മറി. പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ ഇങ്ങനെ ഭാഗമാവാൻ പറ്റിയ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പടം, ഒരു ഇമോഷണൽ കോഷ്യന്റ് കൂടിയ പടമുള്ള ഒരെണ്ണം ഇതായിരുന്നു അച്ഛൻ്റെ അമ്മ. കാരണം അമ്മ മോള് കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കാണാനാണെങ്കിലും അതിൽ ഞാനുണ്ടെന്നുള്ളത് ഇറ്റ്സ് ദ ലാസ്റ്റ് തിങ്. പക്ഷെ ഫിലിം ഐ റിയലി ലവ് ദാറ്റ് മൂവി. അതെ അതെ. ഓക്കെ, ഇതിന് അവിടെ അടുത്തടുത്ത സിനിമകളിലേക്ക് ഇത് കണ്ടിട്ടാണോ ഓർ അച്ഛൻ്റെ കണക്ഷൻ വഴി തന്നെയായിരുന്നോ? സത്യനങ്ങളുടെ പടങ്ങൾ ബാക്കി വന്നത് ആ ഒരു ലൈക്ക് ആ റിലേഷൻ അതിന്റെ പേരിലും ആയിരുന്നു. പിന്നെ രാപ്പകൽ എനിക്ക് ഓർമ്മയില്ല എങ്ങനെയാ വന്നത് കമൽ സാറുമായിട്ടും. കാരണം എൻ്റെ ആന്റിയും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് നേരത്തെ. അപ്പോൾ പീപ്പിൾ അവർക്ക് അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എൻ്റെ അച്ഛൻ്റെ അനീത്തി ആണെങ്കിലും ഡാൻസറാ. അപ്പോൾ ആന്റിക്കും അമ്മായിക്കും കുറച്ച് ഓഫേഴ്സ് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും പരിചയങ്ങൾ വെച്ചിട്ടാണ് പിന്നെ വന്നത്. അപ്പോൾ രാപ്പകലിലാണ് ഞാൻ കമൽ സാറിൻ്റെ മൂവി ചെയ്തത്. അതിൽ സുരേഷ് കൃഷ്ണ സാറിൻ്റെ മോളായിട്ട്. അപ്പോൾ അതിനകത്തും എനിക്ക് ഇത് കണ്ടിട്ടായിരിക്കണം ചിലപ്പോൾ, എനിക്ക് ഓർമ്മയില്ല. ആ സെറ്റിൻ്റെ എനിക്ക് ഓർമ്മയുള്ളത് മമ്മൂക്കയായിട്ടുള്ള കുറച്ച് അടിപൊളി മെമ്മറീസ് മാത്രമാണ്. അത് ഹീസ് എ വെരി സ്വീറ്റ് ഹ്യൂമൻ ബീങ്. ഞാൻ ടച്ച് വുഡ് ഞാൻ അഭിനയിച്ച എല്ലാ മൂവീസിലുണ്ടായിരുന്ന കോ ആക്ടേഴ്സ് ദേ ഹവ് ഗിവൻ മീ അമേസിങ് മെമ്മറീസ്. അന്നത്തെ ചൈൽഡ്ഹുഡിൽ കിട്ടാവുന്നതിൽ ഒരു ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ ലാൽ സാറിൻ്റെ കൂടെ ഉള്ള ഒരു മെമ്മറി ഓൾറെഡി ഐ ടോൾഡ് ലൈക്ക് പ്രീവിയസ്ലി. പക്ഷെ അത് ഐ സേ ഇവൻച്വലി. പക്ഷെ മമ്മൂക്കയുടെ കൂടെ ഹീ ഈസ് വെരി സ്വീറ്റ് ടു കിഡ്സ്. അപ്പോൾ ഞങ്ങളവിടെ ഷൂട്ട് സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അന്ന് ഭയങ്കര ചെറുത് UKG-യിലാണ്. അപ്പോൾ എനിക്ക് ഭരതനാട്യം അറിയാമെന്നുള്ളത് അച്ഛൻ ഡാൻസറാണ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് മുദ്രയൊക്കെ പറയിപ്പിക്കാറുണ്ട്. ലൈക്ക് ഇതെന്താ പതാക്ക ഇതാണോ തൃപ്പതാക്ക ഇതാണോ ഇങ്ങനെയൊക്കെ വെറുതെ ലൈക്ക് ഞാൻ പറയുമ്പോൾ അതിങ്ങനെ നമ്മളെ കൊഞ്ചിക്കുന്ന പോലെ നമ്മുടെ കൂടെ ഇരിക്കാറുണ്ട്. കാരണം ഞാൻ അന്ന് ഏറ്റവും ആ കൂട്ടത്തിലുള്ള കുട്ടികളിൽ ഏറ്റവും ചെറുതായിരുന്നു. അപ്പോൾ നമുക്ക് കൂടെ കളിക്കാൻ പോകുന്നേക്കാൾ ഞാനിങ്ങനെ സൈഡിൽ ഇരിക്കാറാ കൂടുതൽ പതിവ്. അപ്പോൾ അന്നത്തെ മെമ്മറിയിൽ എനിക്ക് ഏറ്റവും കൂടുതലുണ്ടെന്ന് ഹി വാസ് വെരി സ്വീറ്റ് ടു മീ. നമ്മളെ കൂടെ എപ്പോഴും കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഇറ്റ് വാസ് വെരി നൈസ് അത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഐ ഹവ് നോട്ട് മെറ്റ് ഹിം, ബട്ട് ഇറ്റ് വാസ് വെരി നൈസ്. അത് ഭയങ്കര നമുക്ക് എപ്പോഴും സൂക്ഷിക്കാൻ പറ്റിയ ഒരു മെമ്മറിയാണ്. ഇപ്പൊ പറയുമ്പോൾ തന്നെ കുട്ടികളോട് കളിക്കാൻ പോകുന്നതിന് പകരം നമ്മൾ ഇരുന്നത് മമ്മൂക്കയുടെ കൂടെ ഇരുന്നല്ലോ. അപ്പം ലൈക്ക് ഹി വാസ് കൺസിഡറേറ്റ് ടു മീ. അതെനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി മെമ്മറി. ഓക്കെ, ദെൻ കമ്മിങ് ടു നമ്മുടെ ലാലേട്ടനെ പറ്റി എനിക്ക് അറിയണം, മീര ചേച്ചിയെ പറ്റി അറിയണം. ലാൽ സർ ഞാൻ പറഞ്ഞ ആ ഒരു ലൈക്ക് ഹീസ് എ വെരി ഭയങ്കര എന്താ പറയാ ഹ്യൂമർ സെൻസ് ഉള്ള നമ്മളിൽ ഒരാളായിട്ട് പിള്ളേരുടെ എല്ലാവരുടെയും കൂടെ അടിപൊളിയായിട്ട് നടക്കുന്ന ആ സിനിമയിൽ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ കുട്ടികൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയിരിക്കുന്ന ഒരു സോങ്ങിലാണ് കസ്തൂരി പൊട്ടുന്നൊട്ടെന്ന് പറഞ്ഞ സോങ്ങിൽ. അത് ഫുൾ ഞങ്ങൾ എൻജോയ് ചെയ്ത സോങ്. കാരണം പാട്ട് എല്ലാവരും കേൾക്കാറുണ്ട്. പഴയ സിനിമകളിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ തോന്നുന്നു, പാട്ടുകൾ ഇങ്ങനെ എത്ര വർഷം കഴിഞ്ഞാലും ഇപ്പോഴും നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആണ് പാട്ടും. അതുപോലെ തന്നെ സിനിമ ഇപ്പൊ എല്ലാവരും പറയുന്നതാണ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനിരിക്കുമ്പോൾ പഴയ ഏതെങ്കിലും ഒരു സിനിമ നമുക്ക് കാണണം, അതൊരു സന്തോഷമാണ്. അതിൽ വരുന്ന ലിസ്റ്റിലുള്ള സിനിമകളാണ് ഇതെല്ലാം. ഓക്കെ, ബാക്കി പറഞ്ഞു. എനിക്ക് ആ സമയത്ത് ഇപ്പോൾ ഓർമ്മ നമ്മൾക്ക് ആ ഷൂട്ട് ഫുള്ള് എന്ന് പറയുന്നത് ഞങ്ങളുടെ കിഡ്സിന്റെ കൂടെ കളിക്കുന്നതും നമ്മളിങ്ങനെ ഓടി നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഞാൻ സൈക്കിൾ ഓടിക്കാൻ മര്യാദക്ക് പഠിച്ചത് തന്നെ ആ സെറ്റില് അതിന് വേണ്ടിയും അതിൻ്റെ ഒരു ഭാഗമായിട്ടോ. അപ്പം എനിക്കിങ്ങനെ പേടിയുണ്ടായിരുന്നു എപ്പോഴും വീഴുവോ. അപ്പോൾ അതെല്ലാം നമ്മളെ റീഅഷ്യൂർ ചെയ്ത് നമ്മുടെ കൂടെ എൻജോയ് ചെയ്ത് ആ ഒരു സെറ്റ് മൊത്തം എൻ്റെ ഓർമ്മയിൽ ഇറ്റ് വാസ് റിയലി ഫൺ. കാരണം കുട്ടികളൊക്കെ കൂടുതലുള്ളത്. ഞങ്ങൾ വണ്ടർലയിൽ പോയിട്ടുള്ളൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ കുറേ അതിൻ്റെ ഇടയിൽ ഞാൻ കരഞ്ഞ് കുളമാക്കി. അത് എൻ്റെ പല്ല് വരത്തില്ലെന്ന് എന്നോട് പറഞ്ഞു പിള്ളേരെല്ലാവരും കൂടി.
എല്ലാവരും എന്നൊക്കെ മൂത്ത പിള്ളേരാണ് ആ സമയത്ത് കുറേ പിള്ളേർ അവരെല്ലാവരും പറഞ്ഞു എനിക്ക് പല്ല് വരത്തില്ല, എനിക്ക് അന്ന് പല്ലൊന്നും ഇല്ലായിരുന്നു, എൻ്റെ പല്ലൊക്കെ പോയി കിടക്കുമായിരുന്നു, പല്ല് വരത്തില്ലെന്ന് പറഞ്ഞു. അവരാണെങ്കിൽ നല്ല വിഷമമായി പോയി. അവരാണെങ്കിൽ ലാൽ സാറിനോടും പറഞ്ഞു സാർ വരത്തില്ലല്ലോ പല്ല്. സാറും ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ചിലപ്പോൾ പല്ല് വരത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇങ്ങനെ പല്ല് വരില്ല, പിള്ളേര് പറയണത് നമ്മൾ അധികം വിശ്വസിക്കില്ല. സാറിനൊപ്പം ഞാൻ ഉറപ്പിച്ചു എനിക്കിനി പല്ല് വരില്ല, ഉറപ്പായിട്ടും വരില്ല. അപ്പം ഞാൻ കരയാൻ തുടങ്ങി. അവരാണെങ്കിൽ കഷ്ടപ്പെട്ട് അന്ന് വീഗാലാൻഡ് ആയിരുന്നു, വീഗാലാൻഡ് മറ്റേ റെന്റിനൊക്കെ എടുത്ത് സത്യനങ്ങൾ ഇങ്ങനെ ഫുൾ സെറ്റൊക്കെ ശരിയാക്കി അവിടെ അപ്പത്തേക്കും സത്യനങ്ങൾ മോളു പല്ലൊക്കെ എന്തായാലും വരും, മാളു അങ്ങനെ ടെൻഷനെ അടിക്കണ്ട, കരയണ്ട. പിന്നെ പോപ്കോൺ ഒക്കെ മേടിച്ചെന്ന് സന്തോഷാക്കി, പിറ്റേ ദിവസം ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചെന്ന് ഹാപ്പിയാക്കി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലാലേട്ടനെ ഫ്യൂച്ചറിൽ എന്തായാലും നമ്മൾ എപ്പോഴും കാണുന്ന കാര്യമാണ്, പല ചൈൽഡ് ആർട്ടിസ്റ്റുകളും കുറച്ചും കൂടെ വലുതായിട്ടൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പല സിനിമകളിലും ലീഡ് റോളൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ എന്തായാലും നമുക്ക് മാളവിയെ കാണാൻ സാധിക്കട്ടെ. അങ്ങനെയൊക്കെ വരുമ്പോൾ ലാലേട്ടനെ മീറ്റ് ചെയ്യുമ്പോൾ പറയണം എനിക്ക് പല്ല് വന്നു. അതെ, ഞാൻ പറയാം, ആദ്യം തന്നെ ചെന്ന് പറയാം. ലാലേട്ടൻ എന്തായാലും കണ്ടാൽ ഓർമ്മ ഉണ്ടാവും. പലരും ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്, നല്ല ഓർമ്മയാണ്, പണ്ട് കണ്ടവരൊക്കെ പിന്നെ കാണുമ്പോഴും സംസാരിക്കാറുണ്ട് എന്നൊക്കെ. അപ്പൊ ചെന്ന് പറഞ്ഞാൽ മതി. ഓർമ്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പോയിട്ട് പറയാം എന്തായാലും പല്ല് വന്നു. ഓക്കെ ഫൈൻ. അപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന ഫസ്റ്റ് ടോപ്പിക് നമ്മുടെ മിഴിയഴക് നിറയും രാധയായിരുന്നു. അതിലേക്ക് എങ്ങനെയാണ് വന്നത്? അത് ആക്ച്വലി അതിന്റെ കൊറിയോഗ്രാഫി എല്ലാം ചെയ്ത അച്ഛനാ. അപ്പോൾ അത് MC ഓഡിയോസ് ആണ് അതിന്റെ പ്രൊഡക്ഷൻ ചെയ്തത്. MC ഓഡിയോസിന്റെ സജിതൻ അങ്കിളും അച്ഛനുമായിട്ട് ദേ ന്യൂ ഈച്ച് അതർ. അപ്പോൾ അച്ഛനെ ആ ഒരു ആൽബം മാത്രമല്ല, ആ സമയത്ത് വന്ന ഡിവോഷണൽ ആൽബംസ് മിക്കത് MC ഓഡിയോസ് ആയിരുന്നു ഇറക്കുന്നത്. അപ്പോൾ അതിന് അച്ഛനോട് പറഞ്ഞു ഡാൻസ് ക്ലാസ്സിലെ കുട്ടികൾ, ഞങ്ങൾക്ക് ഡാൻസ് സ്കൂളുള്ളത് നിലനിർത്താഞ്ജലി എന്ന് പറഞ്ഞു, അപ്പോൾ ഡാൻസ് സ്കൂളിലെ കുട്ടികളെയൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നെയും ബാക്കി സ്റ്റുഡൻസിനെ എല്ലാവരും അതിലുള്ള എല്ലാവരും അച്ഛൻ്റെ സ്റ്റുഡൻസ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരെയും വിളിച്ച് അവിടെ കൊണ്ടിരുത്തി ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിരുന്നു. ഞങ്ങൾ ഫുൾ ഗ്രീൻ സ്ക്രീനിലാണ് ബാക്കിലുള്ളത്. ഗ്രീൻ മാച്ചിൽ അച്ഛൻ പറയും അങ്ങോട്ട് നോക്കുമെന്ന് പറയും, ഞാൻ ഇങ്ങനെ നോക്കും, അച്ഛൻ ഇങ്ങോട്ട് നോക്കാൻ പറയും, ഞാൻ ഇങ്ങോട്ട് നോക്കും. അതാണ് എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ കേട്ടോ, നോക്കുന്നൊക്കെ നോക്കിക്കേ അതുപോലെ തന്നെ ഇരിക്കുന്നു. ഓക്കെ, അങ്ങോട്ട് നോക്കും. ഇതെല്ലാം കഴിഞ്ഞ് വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ദേ പറന്നു വരുന്നു ഇങ്ങനെ പൂക്കൾ. ഞാൻ അന്നൊക്കെ നമുക്കിതൊരു ഭയങ്കര വൗ ഫാക്ടറാണ്. കാരണം നമ്മൾ നിന്നത് ഒരു സ്റ്റുഡിയോ, ഫുൾ ഗ്രീൻ കളർ, അവിടെ നിന്ന് നമ്മൾ അഭിനയിച്ചു. അത് കഴിഞ്ഞ് അതും അഭിനയിക്കണൊക്കെ കൂടുതൽ ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് വീഡിയോ വരുമ്പോൾ ഇങ്ങനെ എഫക്ട്സ് ഒക്കെ ആയിട്ട് ഈ ഒരു സംഭവമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു രസമായിരുന്നു. ആ പാട്ടിന് ഇത്രയും ആൾക്കാർക്ക് ഇത്രയും ഇഷ്ടമായിരുന്നു എന്നുള്ളത് ഞാൻ പ്രായമാകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്ന് 3-4 ആൽബം ആ സമയത്ത് തന്നെ ചെയ്തായിരുന്നു, ഇതുപോലത്തെ ഡിവോഷണൽ തന്നെ. അപ്പൊ അയ്യപ്പനായിട്ടും ശ്രീരാമനായിട്ടൊക്കെ ആ സമയത്ത് ചെയ്തായിരുന്നു. അപ്പം ഇറ്റ് വാസ് വൺ എമംഗ്സ് ദം. പക്ഷെ ഇത്രയ്ക്കും ഇഷ്ടമുണ്ടെന്ന് പറയുന്നത് അതും ഇറ്റ് വാസ് എൻ ആൽബം, അതൊരു സെറ്റ് ഓഫ് സോങ്സ് ആയിരുന്നു. മിഴിയഴക് ഉണ്ടായിരുന്നു. അതുപോലെ അതിലൊരു സോങ്ങിൽ ഇറ്റ് ഇസ് മോർ സ്പെഷ്യൽ ഫോർ മീ. എൻ്റെ പാട്ടിനെക്കാട്ടിലും എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ദേർസ് അനദർ സോങ്. അതെൻ്റെ അനിയൻ്റെ ഫസ്റ്റ് സ്ക്രീൻ സ്പേസ് പ്രസൻസ് ആയിരുന്നു. ഹി വാസ് 6 months old. അയ്യോ, ഓക്കെ. കുഞ്ഞ് അതിലൊരു കണ്ണ് തുറന്നാൽ തന്നെ ഒരു പാട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു കൊച്ച് ഇരുന്ന് വെണ്ണ അടിക്കുന്നുണ്ട്. എൻ്റെ അനിയനെ ലൈഫിൽ ആദ്യമായിട്ട് ഐസ്ക്രീം കൊടുത്ത് തന്ന ഒരബദ്ധം പറ്റിപ്പോയി. പിന്നെ ഐസ്ക്രീം നിർത്തിയിട്ടില്ല. ഇപ്പോഴും ഐസ്ക്രീം ഫാൻ. അത് ഞാൻ എപ്പോഴും പറയും, എനിക്ക് അന്ന് തന്നോണ്ടാണ്. അന്ന് അപ്പോൾ ആ വെണ്ണയൊക്കെ കഴിക്കുന്ന കുഞ്ഞുമാവ എൻ്റെ അനിയനാണ്. അപ്പൊ എനിക്ക് എൻ്റെ അതിനെക്കാട്ടിലും ഏറ്റവും സ്പെഷ്യൽ ഫോർ മീ അവനെ അതിൽ കുഞ്ഞായിട്ട് കാണുമ്പോൾ. ബട്ട് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു മിഴിയഴകിന്റെ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇറ്റ് വാസ് ജസ്റ്റ് വൺ അനദർ ഡാൻസ് പെർഫോമൻസ്. ഞങ്ങൾക്ക് സ്റ്റേജിൽ കളിക്കണത് പോലെ ഞങ്ങൾ അവിടെ കളിപ്പിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ ആൽബമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഡിസ്കഷൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ കൃഷ്ണൻ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. പാട്ട്, സൗണ്ട്, വോക്കൽസ് പാടിയിരിക്കുന്നത് ആരാണ്, ഇത് പെൺകുട്ടിയുടെ സൗണ്ടാണോ ആൺകുട്ടിയുടെ സൗണ്ടാണോ, അതാരാ പാടിയിരിക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പം വിഷ്ണു ആണ് എന്ന് പറഞ്ഞിങ്ങനെ വന്നു. അപ്പം ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. കാര്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല കൂടുതൽ അറിയണം എന്നൊക്കെ. അപ്പൊ എന്തായാലും കൃഷ്ണനെ നമുക്ക് കണ്ടു കിട്ടി. നമുക്ക് അന്നത്തെ ആ രാധയെ പറ്റിയും കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അച്ഛന്റെ ഡാൻസ് ക്ലാസ്സിലെ സ്റ്റുഡൻസിൽ ഷി വാസ് വൺ അമംഗ്സ് ദം. അപ്പം എല്ലാ കുട്ടികളെയും കൊണ്ടുപോകുന്നതിലൂടെ അവളെ എങ്ങനെ ഓക്കെ കൂട്ടത്തിൽ ഇന്ന ആള് അന്ന് പൊക്കം വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ എന്റെ പൊക്കത്തിന് കുറച്ചുകൂടി താഴ്ന്ന എന്നെക്കാളും അന്ന് കുഞ്ഞായിരുന്നു അവള്. ഇപ്പൊ ഐ ഹാവ് നോട്ട് സീൻ ഹർ സിൻസ് ലോങ് ടൈം. പക്ഷെ അന്ന് ആളുടെ പേരെന്താ? മാളവിക. അത് മാളവിക. ഞാൻ മാളവിക, അവള് മാളവിക. ഓ, ഓക്കേ. അതാണ് വേറൊരു എല്ലാവർക്കും ഒരു കൗതുകം തോന്നിയത്. അപ്പം അന്നപ്പോ ആ ഒരു കൂട്ടത്തിലെ എല്ലാ കുട്ടികളെയും കൊണ്ടുപോയിട്ട് വി ജസ്റ്റ് ഡിഡ് ദാറ്റ്. പിന്നെ ഡാൻസ് ക്ലാസ് ഡിസ്കണ്ടിന്യൂ ചെയ്തതിനു ശേഷം വി ഹവ് നോട്ട് മെറ്റ് ഇൻ പേഴ്സൺ. പക്ഷെ ഇങ്ങനെ മിഴിയഴകിന്റെ റീല് വരുമ്പോൾ ആരെങ്കിലൊക്കെ നമ്മളെ ടാഗ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നമ്മൾ വീണ്ടും വന്നില്ലേ ടാഗിൽ, അങ്ങനെ വി ജസ്റ്റ്
ടെക്സ്റ്റ് ഓർ സംതിങ്. ഓക്കെ ഫൈൻ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നു. നമ്മളത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആളും കൂടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി പുതിയ വിശേഷങ്ങളിലേക്ക് വരാം. ഇപ്പം എന്താണ് കറന്റ്ലി മാളവിക ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒരു ഡോക്ടറാണ്. ഇനി ഇവിടുത്തെ ഒരു എക്സാം എഴുതണം, അതിനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. അത് ഇവിടുത്തെ ഇത് കഴിയുമ്പോൾ ഇവിടുത്തെയും കൂടെ ഒരു ഡോക്ടറാവും. ഞാൻ പഠിച്ച ജോർജിയയില. ഫസ്റ്റ് യുക്രൈൻ ആയിരുന്നു, പിന്നെ ജോർജിയയിലോട്ട് വാർ കാരണം പോയി. അപ്പൊ ഇനി അതിൻ്റെതായ കാര്യങ്ങളിലോട്ട് കടക്കുന്നു. ഡാൻസറാണ്, ഡോക്ടറാണ്. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഡാൻസിലൊക്കെ എപ്പോഴും പോകുന്ന സമയത്ത് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് നടന്നോ പഠിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമൊക്കെ ടീച്ചേഴ്സിന്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ടോ? അതെന്താന്ന് വെച്ചാൽ ഞാൻ പഠിച്ച എൻ്റെ അമ്മയുടെ സ്കൂളില്. അപ്പൊ അമ്മ ടീച്ചറാ. ഓക്കെ, അപ്പൊ ഞാൻ അമ്മയുടെ തിരിപ്പുണ്ട് ഇവിടെ. ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ നോക്കുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ശരിക്കും ഉണ്ടല്ലോ, ഇന്റർവ്യൂ തുടങ്ങുന്ന മുന്നേ ആന്റി ഈ സൈഡിൽ നിന്ന് അപ്പുറ സൈഡിലേക്ക് നമ്മൾ മാറ്റി മാളവിക നോക്കാതിരിക്കാൻ. പക്ഷെ എനിക്കിപ്പോ ഭയങ്കര ഒരു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക. കുഴപ്പമില്ല, പറഞ്ഞോ. ഞാൻ 14 years പഠിച്ചത് അമ്മയുടെ സ്കൂളിലാണ്. അപ്പൊ നമുക്ക് ഈ ഒന്നും ഉഴപ്പാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് തരാറില്ല. ഓക്കെ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നോ? സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് തന്നെ പോയി പറയാൻ മൂടും. അപ്പം അതെന്തിനാ വെറുതെ ശ്രമിക്കാൻ, നമുക്ക് പറ്റുന്ന പോലെ. ഭയങ്കര മാർക്കൊന്നല്ല, പറ്റുന്ന പോലെ ശ്രമിക്കാം. പിന്നെ സ്കൂളിൽ അമ്മ പാട്ട് ടീച്ചറാ, അച്ഛൻ ഡാൻസറും. അപ്പൊ അവര് രണ്ടും എന്നിൽ നിന്ന് എക്സ്പെക്റ്റും ചെയ്യുന്നുണ്ട്. സ്കൂളിൽ നല്ല ആക്റ്റീവായിട്ട് ഡാൻസിനും കോമ്പറ്റീഷൻസിനും ഭജൻ ഗ്രൂപ്പിലും ഒക്കെ ഇറ്റ് വാസ് മൈ ബെസ്റ്റ് പാർട്ട്. അതാണ് എൻ്റെ സ്കൂൾ ലൈഫിൽ എനിക്ക് ഏറ്റവും ഓർക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഈ പാട്ടിലും ഡാൻസിലൊക്കെ ആക്റ്റീവായി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പഠിത്തം കൂടി നോക്കിക്കോളണം എന്നുള്ളത് വീട്ടിൽ നിന്നുള്ളൊരു ഇറ്റ്സ് ദെയർ ലൈക്ക് ദാറ്റ്. അപ്പോൾ അവര് അങ്ങനെ ഉഴപ്പാൻ വിടാറില്ല. അതുകൊണ്ട് നമ്മൾ അതങ്ങ് ചെയ്തു. അതെ, ആ ഒരു ഫ്ലോയിൽ പോയി. അതെ, ഇപ്പൊ ഇവിടെ വരെ നിൽക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാം. നിലവിടം വാടക വാങ്ങി വീട് വീട്ടിനെ കൂടി வைக்கலாமா, நாம் வாழும் வீட்டுக்குள் வேறாரும் வந்தாலே தகுமா, தேன்மலை தேக்குக்கு நீதான் உந்தன் தோள்களில் இடம் தரலாமா, நான் சாயும் தோள் மேல் வேறாரும் சாய்ந்தாலே தகுமா, நீரும் செம்புல சேரும் கலந்தது போலே கலந்தவனா, முன்பே வாய் அன்பே வா, ஊனே வா உயிரே வா, முன்பே வா என் அன்பே வா, பூ போய் வா பூ போவா. താങ്ക് യു. കൊള്ളട്ടെ, ഭയങ്കര ഡിഫറൻസ് സൗണ്ട് പാടി തുടങ്ങിയപ്പോ. ഭയങ്കര ഡിഫറൻസ് സൗണ്ട്, രസമുണ്ട്. കുറച്ചൊരു ബാസ് കൂടി വെച്ചാണോ എന്നൊരു സംശയം. പക്ഷെ നല്ല രസം. അല്ല, ബാസിന്റെ അല്ല, വേറൊരു സൗണ്ട്, പക്ഷെ രസമുണ്ട്. ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്. ഞാൻ പാടുന്ന ജോണർ തന്നെ കൂടുതലും മാസ്കുലിൻ വോയിസ് വരുന്ന പാട്ടുകളാണ്. കണ്ടോ, ഒച്ച അടിച്ചു പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിംഗർ ഹരി ശിവരാമകൃഷ്ണൻ സർ, അകം. അദ്ദേഹത്തിന്റെ പാട്ട് എല്ലാം ഇസ് ലൈക്ക് മൈ ജോണർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഞാൻ കൂടുതൽ പാടാറ്. മോർ ക്ലാസിക്കൽ മൂവി സോങ്സ് വല്ലപ്പോഴും. കാരണം ഒച്ചയ്ക്ക് ചേർത്തില്ല എന്നിങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനത്തെ പാട്ടാണ് പാടുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഡാൻസ് ഉണ്ടെന്ന് അറിഞ്ഞു, പാട്ടുണ്ടെന്ന് അറിഞ്ഞു. വേറെ എന്തൊക്കെയാണുള്ളത് കഴിവുകൾ? അതെ, കോളേജിൽ സ്കൂളിലൊക്കെ കൂടുതലും മത്സരിച്ചിട്ടൊക്കെ ഉള്ളത്. സ്കൂളിൽ കുറച്ച് എല്ലാത്തിലും ആക്റ്റീവ് ആവും, എക്സെപ്റ്റ് സ്പോർട്സിലില്ല. കംപ്ലീറ്റ്ലി ഇല്ല. ഇല്ല, ആ ജോണറിലോട്ട് കൈവച്ചിട്ടില്ല. ഡാൻസ്, പാട്ട്, തിയേറ്റർ, ഇങ്ങനെ ഡ്രാമ വർക്ക്സ്, പിന്നെ ലിറ്ററേച്ചർ ഇവന്റ്സ്, ക്വിസ്, അങ്ങനത്തെ ഒരു സൈഡും കുറച്ചാള് ഒരു ഷോയിനൊക്കെ ചെയ്തായിരുന്നു. മഴവിൽ മനോരമയില് കുട്ടികളോടാണോടാ കളി. അതിലുണ്ടായിരുന്നു. അപ്പോ അതിലൊക്കെ പോണെങ്കിൽ കുറച്ച് അപ്പൊ അത്യാവശ്യം ഭയങ്കര നല്ല ബ്രില്യൻ്റ് ആണ്. കാര്യം അത് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഷോ ആയിരുന്നല്ലോ. അവര് വിളിച്ച് അത് സ്കൂളിൽ വന്നൊരു ടെസ്റ്റ് നടത്തി. പെർ സ്കൂൾ അവർ 2 പേരെ സെലക്ട് ചെയ്ത്. അപ്പോൾ ആ സമയത്ത് ആ ടെസ്റ്റ് എന്തോ കിട്ടി. അപ്പോൾ കുറച്ചാൾ അതെൻ്റെ 10th അപ്പോൾ അത് കുറച്ചാൾ അതിന് പോയി. പിന്നെ സ്കൂൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഡാൻസ്, പാട്ട് തന്നെ ആയി കൂടുതലും. വേറെ കാരണം പാട്ട് തന്നെ എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ പുറത്താണ് പഠിച്ചത്. അപ്പം അവിടുത്തെ വെതറിൽ നമുക്ക് തൊണ്ട ഉണ്ടാവാറില്ല. മ്യൂസിക് പ്രോഗ്രാംസ് ഒന്നും പുറത്ത് പോയി ചെയ്യാൻ പറ്റാറില്ല. വെക്കേഷൻ വരുമ്പോൾ അമ്മയുടെ കൂടെ ചെയ്യും എന്നല്ലാണ്ട്. അപ്പോൾ ഡാൻസാണ് കൂടുതലും പുറത്തു പോയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡാൻസ് മെയിൻലി. പിന്നെ പഠിത്തം, അത്
MBBS തീർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ ഡാൻസ് മാത്രമേ പറ്റാറുള്ളൂ. ഓക്കെ ഇതൊക്കെ തന്നെ. ഇതൊക്കെ തന്നെ. ഡാൻസ് എന്തൊക്കെ ഫോംസ് ആണ് ഇപ്പൊ ഭരതനാട്യം, മോഹിനിയാട്ടം അങ്ങനെ? ഞാൻ ആക്ച്വലി ഫ്രം 4 years ഞാൻ പഠിച്ചത് ഭരതനാട്യമാണ്. ഞാൻ പഠിപ്പിക്കുന്നതും ഭരതനാട്യമാണ്. അച്ഛൻ ഭരതനാട്യമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കുച്ചിപ്പുടി പഠിച്ചിട്ടുണ്ട് ഫോർ എ ടൈം പീരീഡ്, ജസ്റ്റ് ഒരു സ്റ്റേജ് ഷോ 2 സ്റ്റേജ് ഷോ വേണ്ടിയിട്ട്. കാരണം എനിക്ക് പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഒരു ഫോം ഫോക്കസ് ചെയ്യാനായിരിക്കും കുറച്ചും കൂടി. അത് അച്ഛനും അങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ വെൻ കംസ് ടു പെർഫോമൻസ്, എൻ്റെ ഡാൻസിങ് രാഗാസ് വഴി ഞാൻ ചെയ്യുന്ന സ്റ്റേജ് ഷോസ് വി ഡു ഫ്യൂഷൻ. അപ്പോൾ സെമി ക്ലാസിക്കൽ, ബോളിവുഡ്, ഹിപ്പ് ഹോപ്പ്, എന്തൊക്കെയാണ് പറ്റുന്നത്, അതായത് അപ്പോഴത്തെ ഓഡിയൻസിന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ്. ഇപ്പോൾ ദിവാലിക്ക് ഞങ്ങളൊരു പെർഫോമൻസ് ചെയ്തപ്പോൾ അവർ ആഗ്രഹിച്ചത് ബോളിവുഡ് ആൻഡ് സെമി ക്ലാസിക്കൽ. അപ്പോൾ അതായിരുന്നു ചെയ്തത്. പിന്നെ MVR അർജുൻ KDSന്റെ ഞങ്ങളൊരു കോൺസേർട്ടിൽ ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യാനൊരു ഇത് കിട്ടിയായിരുന്നു. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഹിപ്പ് ഹോപ്പ് കുറച്ച് മിക്സ് ചെയ്തു, കുറച്ച് മോർ ഫ്രീ സ്റ്റൈൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. അത് ചെയ്യാൻ അറിയാം, അത് പഠിപ്പിക്കാറുണ്ട്. പക്ഷെ ഇറ്റ്സ് ഫോർ സ്റ്റേജ് ഷോ. ക്ലാസ് എടുക്കുന്നതൊക്കെ ഭരതനാട്യമാണ്. അപ്പൊ നമുക്ക് പറഞ്ഞു പോയപ്പോൾ പെട്ടെന്ന് അതിന്റെ ഇടയ്ക്ക് ആ പേര് വന്നു പോയി, ഡാൻസിങ് രാഗാസ്. പക്ഷെ ഓഡിയൻസിന് അറിയില്ല. അപ്പം എന്താണ് ഡാൻസിങ് രാഗാസ്? ഡാൻസിങ് രാഗാസ് എൻ്റെ ഇൻസ്റ്റഗ്രാം, മൈ ഡാൻസ് അക്കാഡമി, മൈ ഇൻസ്റ്റഗ്രാം പേജ് എല്ലാമാണ്. 6 years ago കോവിഡ് ടൈമിൽ വെൻ ഐ കെയിം ബാക്ക്, ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മൈ ബ്രദർ, he was the one who brought up this name. കാരണം ഇറ്റ് മെയ്ഡ് എ ലോട്ട് ഓഫ് സെൻസ് ടു മീ. അവൻ ഇങ്ങനത്തെ സംഭവമൊക്കെ വല്ലപ്പോഴും പറയാറുള്ളൂ. അപ്പോൾ പറയുമ്പോൾ അതിലൊരു ഇത് കൊള്ളാലോ എന്ന് തോന്നിപ്പോയ സംഭവം. കാരണം എൻ്റെ ഇപ്പോൾ വാട്ട് ഐ ആം, ഇറ്റ്സ് ഹാഫ് അച്ഛൻ അമ്മ മിക്സ്. അപ്പോൾ അച്ഛൻ ഇസ് ഡാൻസ്, അമ്മ ഇസ് രാഗം മ്യൂസിക്. അപ്പോൾ ഒരു മിക്സ്, ഡാൻസിങ് രാഗം. അപ്പോൾ രണ്ടുപേരും ഹാപ്പിയായി, ഞാൻ ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ വന്നൊരു പേരാണിത്. സോ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് മീ, ഇറ്റ്സ് വാട്ട് ഐ ആം. അനിയൻ എന്താ ചെയ്യുന്നത് ഇപ്പോൾ? അവനിപ്പോൾ 12th കഴിഞ്ഞു. അവൻ ഹി യൂസ് ടു ആക്ട് ടു ഇൻ സീരിയൽസ്. കുറച്ച് മൂവി ചെയ്തിട്ടുണ്ട്, ബാക്കി സീരിയൽസ് കൂടുതലും ഭക്തി മാർഗത്തിലുള്ള സീരിയലായിരുന്നു. ശബരിമല സ്വാമിയപ്പൻ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിലെ അതിലെ കുട്ടി അയ്യപ്പനായിരുന്നു. ഓക്കെ, ഇതൊക്കെ നേരത്തെ പറയണ്ടേ നമ്മുടെ അടുത്ത്? നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യായിരുന്നല്ലോ. നെക്സ്റ്റ് ടൈം. പിന്നെ അവൻ ഫ്ലവേഴ്സിലായിരുന്നു, നന്ദനം എന്ന് പറഞ്ഞ ഒരു കൃഷ്ണനായിട്ട്. അതില് ഇവര് മൊത്തത്തില് കൃഷ്ണൻ, അയ്യപ്പൻ, രാമൻ എല്ലാം എടുത്തിരിക്കുക, ശ്രീരാമൻ എല്ലാം നമ്മളിങ്ങനെ എടുത്തിരിക്കുകയാണ്. മലയാളി പ്രേക്ഷകർ കാണുന്ന എല്ലാ ദൈവങ്ങളും ഞങ്ങളായിക്കോട്ടെ എന്നാണ് തോന്നുന്നു. കുട്ടി ആയപ്പോ തൊട്ടേ നമ്മളതങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു ദൈവത്തിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറയുന്ന അത്രയും ഐശ്വര്യവും ഒക്കെ ഉള്ളവരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് ഓഡിയൻസ് അക്സെപ്റ്റൻസ് വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും അതുള്ളത് കൊണ്ടാണ്. അത് വലിയൊരു ഭാഗ്യം തന്നെയാണല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഐ ഫീൽ ട്രൂലി ബ്ലെസ്ഡ്. അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. കാരണം ഫോർ മീ പേഴ്സണലി, ഞാൻ എൻ്റെ സിനിമകൾ, എൻ്റെ ആൽബംസ് കൂടുതലും എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് ലേറ്റർ. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം അനിയൻ്റെ കാണാനാണ്. അത് കാണുമ്പോൾ നമുക്കൊരു ഇത് അവനെ അവിടെ കാണുമ്പോൾ, സോ ആ സമയത്ത് ഒരു ചേച്ചിയായിട്ട് ഭയങ്കര പ്രൗഡ്. ഐ യൂസ് ടു ഫീൽ വെരി പ്രൗഡ്. കാരണം അയ്യപ്പൻ, ഞാൻ ആക്ച്വലി എനിക്ക് ദൈവഭക്തി അത്യാവശ്യമുണ്ട്, എനിക്കിഷ്ടമാണ്. ലൈക്ക് ഐ ലൈക്ക് ടു ലേൺ സ്റ്റോറീസ്, ഇങ്ങനെ വായിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് അയ്യപ്പൻ്റെ ഒക്കെ കഥകൾ അതിൽ കാണുമ്പോൾ അതിലുള്ള അയ്യപ്പൻ എൻ്റെ വീട്ടിലെ ആ കൊച്ചാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും, ഇത്ര പാവ? ഞാൻ പറയാം, അല്ല അല്ല അല്ല, അവൻ അഭിനയിക്കുക. അതാണ് ആക്ടിങ് എന്നൊക്കെ. അതാ. പിന്നെ നന്ദനം ചെയ്തപ്പോൾ എനിക്ക് സന്തോഷമായി. കൃഷ്ണന്റെ ക്യാരക്ടർ അവൻ്റെ ഒരു സ്വഭാവമായിട്ടൊക്കെ വലിയ കുഴപ്പമില്ല. ഒരു കുസൃതി, ഗോപികമാര്, അതൊക്കെ ഒരു അവന് ചേരും. ഇത് അനിയൻ കാണൂ കേട്ടോ, കാണും. ഞാൻ അവനോട് തന്നെ പറയുന്നതാ. അത് കുറച്ചും കൂടി എനിക്ക് ഓക്കെ. പക്ഷെ അതിന്റെ ഫസ്റ്റ് പ്രോമോ വന്നപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. കാരണം എനിക്ക് ചെറുപ്പത്തിൽ നന്ദനം സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ നന്ദനം എന്നുള്ള പേരും വന്നു. പിന്നെ അതിനകത്ത് മറ്റൊരു BGM ഉണ്ട്, ലൈക്ക് ഓഫ് നന്ദനം മൂവി. അത് അവർ യൂസ് ചെയ്തായിരുന്നു ഫോർ ദ പ്രോമോ. അപ്പൊ ഈ സീരിയലിന് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇവൻ അഭിനയിക്കാൻ പോയെന്ന് ഞാൻ അപ്പൊ പുറത്തായിരുന്നു, അഭിനയിക്കാൻ പോയെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ അത് സ്ക്രീനിൽ കണ്ടത് മറ്റേ മൗലിയിൽ വീടക്കറന്ന് മായ കാഴ്ചക്കട നിർമാലി ദർശന വേളയുമായി നന്ദനം വരുന്നു. അതിങ്ങനെ ഭയങ്കര ഒരു നല്ല വോയിസിൽ, ഐ ഡോണ്ട് റിമെമ്പർ, എനിക്കറിയില്ല ആരാ ഡബ് ചെയ്തെന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റേ ആ ബീജം ഒക്കെ വന്ന് അവനിങ്ങനെ നടന്നു വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇത് കൊള്ളാലോ, ഇത് ഇവൻ തന്നെയാണോ? ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സോ അതവൻ ചെയ്തതിൽ ദേ ആർ മൈ ഫേവറേറ്റ് വർക്ക്. അപ്പോൾ നമുക്ക് മെയ്യഴക് നിറയും രാധ ഒരു പാട്ടായിട്ടോ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്തെങ്കിലും എക്സ്പ്രഷൻസ് വേണം, ഞങ്ങൾ പാട്ട് പ്ലേ ചെയ്ത് തരാം. എന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ.
അതിന്റെ ലിറിക്സ് ഒക്കെ നോക്കി എനിക്ക് പാടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഞാൻ പാടിയത് കൊളാ. എന്നാൽ ഞങ്ങൾ ആ പാട്ട് ജസ്റ്റ് വെച്ച് തരാം. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ സംഭവം ചെയ്താൽ മതി. ഓക്കെ, പാട്ട്. എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ, എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കണ്ടിട്ട്, അതിനകത്ത് ഇങ്ങനെ കണ്ടിട്ട് നേരെ അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഭയങ്കര രസം. ആ ഒരു എനിക്ക് തോന്നുന്ന ആൽബത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഭയങ്കര ഇങ്ങനെ തുള്ളി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അച്ഛൻ വഴക്കൊക്കെ പറയോ? എന്തോ പറയാനുണ്ട്. അല്ല, അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡാൻസ് ടീച്ചറാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അടുത്ത്, എൻ്റെ അനിയൻ്റെ അടുത്ത്. ബാക്കി പിള്ളേരുടെയൊക്കെ മറ്റേ ഫേവറേറ്റ് സാറാണ്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളത് പെർഫെക്ഷൻ വരുത്തണം എന്ന് പറയാം. അതെപ്പോഴും പറയാറുള്ള ഒരു കാര്യം. അമ്മയാണോ അച്ഛനാണോ കൂടുതൽ സ്ട്രിക്റ്റ്? ഇങ്ങനെ കാര്യം രണ്ടുപേരും ആർട്ട് സൈഡിലുള്ള ആളാണ്. പാട്ട് പഠിപ്പിക്കുന്നു, ഡാൻസ് പഠിപ്പിക്കുന്നു. അത് അവർക്ക് രണ്ടുപേർക്കും സ്ട്രിക്റ്റ് ആയിട്ട് രണ്ട് ജോണറുണ്ട്. രണ്ട് കാര്യങ്ങൾ രണ്ടുപേരും സ്ട്രിക്റ്റാ. അച്ഛൻ എന്ന് പറയുമ്പോൾ ഡാൻസിന്റെ കാര്യത്തില്, പിന്നെ സ്കിൻ കെയർ, അച്ഛൻ ഇതെല്ലാം നല്ല ലൈക്ക്, പിന്നെ വർക്ക്ഔട്ട് ചെയ്യണം, ലൈക്ക് ഹെൽത്തി ഫുഡ് കഴിക്കണം, ഇങ്ങനത്തെ കാര്യത്തിൽ അച്ഛൻ സ്ട്രിക്റ്റാ. അമ്മ എന്ന് പറയണത് സ്കൂൾ റിലേറ്റഡ് കാര്യങ്ങൾ, ഒരുങ്ങുന്ന കാര്യങ്ങൾ, പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് വൃത്തിയാക്കി വെക്കുക, അങ്ങനത്തെ അടികൾ, അങ്ങനത്തെ കാര്യം. പിന്നെ അമ്മ ലൈക്ക് ഇപ്പൊ ഞാൻ പ്രായമായപ്പോൾ അമ്മയുടെ കുറച്ചും കൂടി ചിൽ ആ വൈബാ. പക്ഷെ ചെറുപ്പത്തിൽ അമ്മ ടീച്ചർ, എൻ്റെ സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പൊ ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇരുന്നോളണം, ആ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ പാട്ട് പഠിപ്പിക്കുമ്പോൾ അമ്മ സ്ട്രിക്റ്റാ. രണ്ടുപേരുടെ അവരുടേതായിട്ടുള്ള ഒരു ഫീൽഡിൽ എത്തുമ്പോൾ സ്ട്രിക്റ്റ് ആണ്. അച്ഛന്റെ വകയുള്ള ലൈക്ക് സ്കിൻ കെയറിൽ ഞങ്ങൾക്ക് എന്താ കുറച്ച് എന്തൊക്കെയാണ് മാളവികയുടെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ? അയ്യോ, അങ്ങനെയല്ല. ഞാൻ ഇപ്പം സ്കിൻ കെയർ, അച്ഛൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് ബീൻ മെയിൻറ്റെയിനിങ് ഇറ്റ് ഫോർ ഇയേഴ്സ്. അതെന്താണ് ചെയ്യുന്നതെന്നുള്ളതിലല്ല, അത് ചെറിയ ഇപ്പോൾ ആയുർവേദിക് ആയിട്ടാണെങ്കിലും ചെറിയ ചെറിയ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ചുള്ള പൊടിക്കൈകൾ, പിന്നെ അലോവേര ജെൽ, ഇതിലൊക്കെ അച്ഛൻ ഇങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. കാരണം യെസ്, വെരി കൺസിസ്റ്റന്റ് ടു കീപ് ഹിസ് സ്കിൻ ഗുഡ്, ടു കീപ് ഹിസ് ഫിറ്റ്നസ് ഗുഡ്. ഇപ്പോഴും വർക്ക്ഔട്ട് ചെയ്യും, ജിം, ലൈക്ക് എവറിത്തിങ് ഇസ് കൺസിസ്റ്റന്റ്. അപ്പോൾ ദാറ്റ്സ് ഹിസ് ജോൺ അച്ഛൻ്റെ. എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ഇസ് വെരി ബേസിക്. ക്ലെൻസ് ചെയ്യുക, മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക, കഴിഞ്ഞു. യെസ്, അതാണ് എൻ്റെ ഒരു ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ. ഏറിപ്പോയ വല്ലപ്പോഴും വല്ല ഹൈലൂറോണിക് ആസിഡോ അങ്ങനെ എന്തെങ്കിലും സെറോ എന്തെങ്കിലും ഇട്ടാലായി. ബട്ട് ഐ ലൈക്ക് അലോവേര ജെൽ ഓൺ മൈ സ്കിൻ. അത് രാത്രിയിൽ ഐ ട്രൈ ടു പുട്ട്. ഭയങ്കര ക്ലിയർ സ്കിൻ ഒന്നും അല്ല എൻ്റെ ഒരു, ബട്ട് ആക്ച്വലി യു ലുക്ക് ലൈക്ക് ആൻ ഹീറോയിൻ. അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോഴേ. അങ്ങനെ തന്നെ ആവട്ടെ. അതിലേക്ക് നമുക്ക് വരാം. ഇപ്പം മലയാളം സിനിമയിലേക്ക് ഇപ്പൊ തിരിച്ച് വീണ്ടും വരാനൊരു താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ടോ? സോ ഫാർ നോ ഓഫേഴ്സ്, അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ. ബട്ട് ലൈക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നതും, താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് വന്നോളണം എന്നില്ല. അപ്പം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി നോ പറഞ്ഞു പോകുന്നുമില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. ഇപ്പം നമുക്ക് ഓരോ സാഹചര്യത്തിൽ, ഇപ്പം ഞാനിത് കംപ്ലീറ്റ്ലി മൂവി എന്ന് പറഞ്ഞ സൈഡിൽ നിന്ന് ഡിറ്റാച്ച് ആയത് തന്നെ പഠിത്തം, എക്സാംസ് വന്ന സമയത്താണ് ഫുള്ളായിട്ട് ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ മാറിയത്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാം വരുന്നുണ്ട്. അപ്പം ആ സമയം ശരിയാണെങ്കിൽ, ഇപ്പോൾ ഇഫ് ബൈ ലക്ക് ഐ ഗെറ്റ് എ റിയലി ഗുഡ് ഒരു റോളൊക്കെ കിട്ടുവാണെങ്കിൽ, സംതിങ് സിമിലർ ടു മൈ നോർമൽ ജോണർ, അങ്ങനെയാണെങ്കിൽ മേ ബി യെസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനും ഒക്കെയാണ് നമ്മൾ ഉറപ്പായിട്ട്. നമുക്കൊക്കെ ഡ്രീം ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അത് കാണുമ്പോൾ അത് ചെയ്താൽ കൊള്ളാം, അങ്ങനെയൊക്കെ തോന്നുന്ന സംതിങ് സിമിലർ ടു മൈ ഡാൻസ്, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യും. അങ്ങനെ എന്തായാലും എനിക്ക് കാണാൻ പറ്റട്ടെ, അങ്ങനെ തന്നെ വരട്ടെ. ബിക്കോസ് എന്തായാലും അതിനുള്ള ഒരു ടാലൻറ്റും പൊട്ടൻഷ്യലും ഒക്കെ എന്തായാലും അളവിക്കുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യണം, അതും വേണം. എനിക്ക് തോന്നുന്നു ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ബിക്കോസ് നമ്മൾ കഴിഞ്ഞൊരു 2 വീക്സിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഇങ്ങനെ ഡേറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ കാരണമാണ് ഇങ്ങനെ നീണ്ടു പോകുന്നത്. അപ്പം ഞാൻ 24 hours എപ്പോൾ വേണമെങ്കിലും നീ പറഞ്ഞോളൂ, നമുക്ക് നമ്മുടെ ഓൺ സ്റ്റുഡിയോ ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും
ചെയ്യാമെന്ന് പറയുമ്പോൾ പോലും ആള് എക്സാംസ് ഉണ്ട്, പഠിക്കണം, ആ ഒരു ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ആക്ച്വലി ഇറ്റ്സ് സോ ഗുഡ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റട്ടെ. അറ്റ് ദ സെയിം ടൈം നല്ല ഓപ്പർച്യൂണിറ്റീസും വരട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യാണ്. റീസെൻ്റ്ലി നമുക്ക് ഇപ്പോൾ ഇന്റർവ്യൂസ് വേറെ വന്നിട്ടുണ്ട്, അതുപോലെ റീൽസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്ന സമയത്ത് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇപ്പം ഇവിടെ കേരളത്തിൽ തിരിച്ചെത്തിയതിന് ശേഷം ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടോ? ഫേസിന് വലിയ മാറ്റം വന്നിട്ടില്ല, ആൾക്ക് ഭയങ്കര ഒരു ഗ്ലോപ്പ് വന്നെന്നുള്ള അല്ലാതെ അതുപോലെ തന്നെയുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാക്കിയേക്കാം, ലൈക്ക് വാട്ട് യു സെഡ്. കാരണം ഇപ്പോഴത്തെ റീല് വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഡാൻസിന്റെ വർക്ക് വെച്ചിട്ട് ഇതുവരെ നോട്ട് യെറ്റ് പീപ്പിൾ ഹവ് സ്റ്റാർട്ടഡ് ടു റെക്കഗ്നൈസ് മീ ഹിയർ. ഇപ്പോൾ ടിബിലിസി ഞാൻ ഉണ്ടായിരുന്ന സ്ഥലം ജോർജിയയിൽ അത്യാവശ്യം എന്നെ അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഡാൻസിങ് രാഗാസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ അറ്റ്ലീസ്റ്റ് ഒരു 20% പീപ്പിൾ മൈറ്റ് നോ ഇന്ത്യൻസിന്. അപ്പോൾ അതെനിക്ക് ഐ എം വെരി ബ്ലെസ്ഡ് അബൌട്ട് ഇറ്റ്. അവിടെ കിട്ടിയ ഓഡിയൻസ് ആൻഡ് എവ്രി വൺ സപ്പോർട്ട്. ഇവിടെ ദർ ആർ സോ മെനി ഡാൻസേഴ്സ് ഔട്ട് ദർ. അപ്പോൾ ദ കോമ്പറ്റീഷൻ ഇസ് ഹയർ, സ്റ്റേക്സ് ആർ ഹയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അധികം അതിൻ്റെ പേരിൽ ആരും ഇതുവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് മിഴിയാടുക മോസ്റ്റ്ലി. അതിനുകൊണ്ട് തന്നെ ആയിരിക്കും. അതെ. അപ്പോൾ ഈ സ്റ്റഡീസും അതുപോലെ ഇപ്പോൾ ഡാൻസിങ് രാഗാസ് ഒരു ഷോ ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരുപാട് എഫേർട്ടും ടൈമും ഒക്കെ വേണ്ടതാണ്, പ്രാക്ടീസും ഒക്കെ ആയിട്ട്. അപ്പോൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഫസ്റ്റ്ലി എനിക്ക് അവിടെയുള്ള എൻ്റെ ക്രൂ ഇസ് മൈ സ്ട്രെങ്ത്. അവരെൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. എവ്രി വൺ ആർ ഈക്വലി ഇൻട്രസ്റ്റഡ് ജസ്റ്റ് ലൈക്ക് ഹൗ ഐ ആം. ഞങ്ങളുടെ എല്ലാവരുടെയും സ്കെഡ്യൂൾ ഇസ് വെരി ടൈറ്റ്ലി പാക്ഡ്. കാരണം അവിടുത്തെ ക്ലാസ്സസ് ആർ കാലത്തൊട്ട് രാത്രി വരെ ഉണ്ടാവും. സോ സ്റ്റേജ് ഷോ ഉള്ളപ്പോൾ വി മീറ്റ് ലേറ്റ് നൈറ്റ് ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൻ്റെ അണ്ടർഗ്രൗണ്ടിലോ എവിടെയെങ്കിലും മീറ്റ് ചെയ്യും. ആൻഡ് വി പ്രാക്ടീസ് ഏർലി മോർണിംഗ്. എന്നിട്ട് തിരിച്ചു പോയിട്ട് ലൈക്ക് എൻ്റെ ഡാൻസ് ഗ്രൂപ്പിൽ കുറേ കുട്ടികൾ ജോലിക്ക് പോകുന്നവരുണ്ട്, പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവരുണ്ട്. അവരപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ദേ ആർ റെഡി. അപ്പോൾ ഞാനിടുന്ന എഫേർട്ട് പോലെ എനിക്ക് റെസിപ്രോക്കേറ്റീവ് എഫേർട്ട് അവരുടെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ദേ ആർ ഇപ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിലും എൻ്റെ ഡാൻസിങ് രാഗാസിൻ്റെ അണ്ടറിൽ ഷോസിന് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. സോ യെസ്റ്റർഡേ ഓൾസോ ദേ വർ പ്രാക്ടീസിങ്. അവിടെ നിന്ന് തന്നെ വീഡിയോ കോൾ ചെയ്ത് ദേ വിൽ ഷോ. ഞാൻ പഠിപ്പിച്ചയക്കുന്ന കൊറിയോഗ്രഫി അവർ പഠിപ്പിച്ചിട്ട് ദേ വിൽ ഷോ ബാക്ക് ടു മീ. സോ ഇറ്റ്സ് എ ഗുഡ്. എനിക്ക് ഭയങ്കര ആ ഒരു അവരെല്ലാവരും നല്ലൊരു സപ്പോർട്ടീവ് ആണ്. ദേ സ്റ്റേ വിത്ത് മീ ഫോർ ഓൾ ദി ഷോസ്. അവർ കൺസിസ്റ്റൻ്റ്ലി ഞാൻ പറയുന്നത് അതിപ്പോൾ പുതിയ കുട്ടികൾ ജോയിൻ ചെയ്യാറുണ്ട് ഫോർ എവറി ഷോ. അവർ പോലും ബാക്കിയുള്ളവർ പറയണ കേട്ടിട്ട് ദേ വിൽ ഓൾസോ ടേക്ക് ദർ എഫേർട്ട്. ഞങ്ങളവിടെ നൈറ്റ് 9:30 വരെ ക്ലാസ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യണ പ്രാക്ടീസിന് ചിലപ്പോൾ 10:30, 11 ആവും. സോ വി സ്റ്റേ ടിൽ ലൈക്ക് ഏർലി മോർണിംഗ് 3, 4. നല്ല എഫേർട്ട് ഇടുന്നുണ്ടല്ലേ നമ്മൾ അതിന്. കാരണം നമുക്ക് അവിടെ സമയം കിട്ടുക. ഇപ്പം ക്ലാസ് കട്ട് ചെയ്ത് കുട്ടികളോട് വരാൻ പറയാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് എക്സാം ഉണ്ടാവും, ജോലി ഉണ്ടാവും, പാർട്ട് ടൈം ചെയ്യുന്നവരുണ്ട്. അപ്പം ഇതെല്ലാം കൂടി മാനേജ് ചെയ്ത് നമുക്ക് ആകെ കിട്ടുന്ന ടൈം ഈ ഏർലി മോർണിംഗാണ്, ലേറ്റ് നൈറ്റ് ഏർലി മോർണിംഗ്. അപ്പോൾ ആ സമയമാകുമ്പോൾ പിള്ളേർ പക്ഷെ കഷ്ടപ്പെട്ട് വരും കേട്ടോ. അവർ ടാക്സി ഒക്കെ എടുത്താണെങ്കിലും വരും. നമ്മളൊരു കോമൺ ലൊക്കേഷൻ വെച്ച് അവിടെ എത്തി അത് പ്രാക്ടീസ് ചെയ്ത് അത് പിന്നെ അൾട്ടിമേറ്റ്ലി ആ സ്റ്റേജിൽ കയറുമ്പോൾ നമുക്കൊരു ഹൈ കിട്ടും. ഫ്രം സന്തോഷമാണ്. ഇപ്പൊ ഏറ്റവും ഒരു എനിക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു മൈ ഹയസ്റ്റ് പോയിന്റ് ഇസ് ഫ്രം ദ സ്റ്റേജ്. അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക. ഇത് വർക്ക് ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. നമ്മൾ അതിനകത്ത് എൻജോയ് ചെയ്ത് ചെയ്യാം. നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുവരണ്ടേ, ബാക്ക് ടു കേരളത്തിലോട്ടും കൊണ്ടുവരണ്ടേ ഡാൻസിങ് രാഗാസ്? ചെയ്യണം. എത്രയും വേഗം തന്നെ കൊണ്ടുവരാം. നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഡാൻസ് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഡെഫിനറ്റ്ലി മാളവികയുടെ ഒരു സ്റ്റൈൽ ഡിഫറെന്റ് ആയിരിക്കും, ഷോസിന്റെ സ്റ്റൈൽ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്കും അത് ഇവിടെയും വന്നു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെയും കൊണ്ടുവരിക. ആൻഡ് ഓൾസോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡാൻസും പാട്ടും പഠിത്തവും ആക്ടിങ്ങും എല്ലാം ഉണ്ട്. സോ വൺ തിങ് ദാറ്റ് യു ആർ പ്രൗഡ് ഓഫ് യുവർ സെൽഫ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? One thing I'm proud of myself is I'm confident. Like എനിക്ക് അങ്ങനെ ഒരു I have no stage fright. No stage fear. അത് ചെറുപ്പത്തിൽ that credit goes to my school to be honest. കാരണം എവിടെ പോയി എന്ത് ടോപ്പിക് കിട്ടിയാലും എന്ത് പാടാൻ പറഞ്ഞാൽ പാടുക, ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കുക. ഇഫ് ഐ ഗെറ്റ് എ ടോപ്പിക് ടു സ്പീക്ക് ഓൺ അത് സംസാരിക്കുക, ഡിബേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡിബേറ്റ് ചെയ്യുക. അതൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ they used to give us പുഷ് ചെയ്യും നമ്മളെ, ഇത് ചെയ്യൂ ഇത് ചെയ്യൂ. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് നമ്മുടെ ആ സ്കൂളിങ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ വീട്ടിൽ നിന്നും ലൈക്ക് അവർക്ക് എല്ലാവരും വീട്ടുകാരൊക്കെ ഇങ്ങനത്തെ ഒരു ഫീൽഡിലും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഇല്ല. ദാറ്റ്സ് വാട്ട് ഐ എം മോസ്റ്റ് പ്രൗഡ് അബൌട്ട് മൈ സെൽഫ്. കാരണം ഒന്നിനും ആരുടെ മുന്നിൽ ഇപ്പോൾ ഇത് ചെയ്യുമോ പറഞ്ഞാൽ ചെയ്യാൻ മടിയില്ല. ആൻഡ് ഐ ഡോണ്ട് മൈൻഡ്. ഇപ്പോൾ ഉറക്കമില്ലാണ്ട് ഇപ്പം എഫേർട്ട് ഞാൻ പറഞ്ഞില്ല, അത് എഫേർട്ട് എടുക്കുന്ന പോലെ നമുക്ക് തോന്നാറില്ല. because it just comes as a part of it. So adil I am just proud of myself. Okay. Do you believe in evil eyes?
ബിക്കോസ് കൂടുതലും ഇതുപോലെ കൾച്ചറൽ സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് ഇരിക്കുന്നവരിങ്ങനെ പറയാറുണ്ട്, ഇപ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞു ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടി, ബട്ട് നെക്സ്റ്റ് ഡേ ചിലപ്പോൾ നമുക്ക് വയ്യായിരിക്കും, സുഖമില്ലാണ്ടാവും എന്നൊക്കെ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇതിൽ വിശ്വസിക്കുന്നുണ്ടാവും? രണ്ട് രീതിയിലും പറയാം. വൺ ഇസ് ദാറ്റ് ഇപ്പോൾ ചെറുപ്പത്തിൽ തൊട്ടേ നമ്മളിങ്ങനെ മക്കൾക്ക് കണ്ണ് തട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ്, പിന്നെ എനിക്ക് ഇവിടെ ഒരു മോളുണ്ട്, സോ അപ്പം എല്ലാവരും പറയും മറ്റേ കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ കുത്തി കൊടുക്കും നമ്മൾ ഡാൻസിനാണെങ്കിലും. അപ്പോൾ എനിക്കത് നാച്ചുറലി ഉണ്ടെന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് പറയുമ്പോൾ ദൃഷ്ടി തട്ടൂല കേട്ടോ എന്ന് പറഞ്ഞു വിടും. പക്ഷെ സിൻസ് ഐ എം ടു ദ മെഡിക്കൽ സൈഡ്, ഞാൻ ഇങ്ങനത്തെ വിശ്വാസങ്ങളെ പൊതുവേ ഐ ഡോണ്ട് മൂവ് ഫോർവേഡ് വിത്ത് ദാറ്റ് മച്ച്. കാരണം നമുക്ക് വയ്യാണ്ടാവുന്നത് നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടുകൊണ്ട് സ്റ്റേജ് കഴിഞ്ഞ് വയ്യാണ്ടായി വീട്ടിൽ പിറ്റേ ദിവസം ക്ഷീണിച്ച് പനി പിടിക്കുന്നത് അതുകൊണ്ടാണ്, അല്ലാണ്ട് കണ്ണ് തട്ടുന്നതുകൊണ്ടല്ല. നമ്മൾ അത്രയും ദിവസത്തെ എഫേർട്ട് മുഴുവൻ കഴിയുമ്പോൾ അത് ഒന്ന് കിടക്കാൻ നമുക്ക് തോന്നും, വയ്യാണ്ടാവും എന്നുള്ളത് സത്യമാണ്. പിന്നെ അത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, അത് അവരുടേതായ രീതി. ലെറ്റ് ദം ഡു ദാറ്റ്. വീട്ടിലാണെങ്കിലും ആരാണെങ്കിലും അത് വിശ്വസിക്കണമെങ്കിൽ ലെറ്റ് ദം ഡു ദാറ്റ്, അത്രേ ഉള്ളൂ. കുഞ്ഞിലെ മുതലേ ഇങ്ങനെ എനിക്ക് ഡോക്ടർ ആവണം അങ്ങനെ തന്നെയായിരുന്നു അംബീഷനും ഒക്കെ? മോസ്റ്റ്ലി യെസ്. കാരണം ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനെ ഞാൻ ഡോക്ടറെ കാണുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് എന്താണ് പീഡിയാട്രീഷ്യൻ എന്നുള്ളത് അന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ആര് ചോദിച്ചാലും എന്താണ് പീഡിയാട്രീഷ്യൻ അത് പറഞ്ഞ് ശീലിച്ചു. ഇൻ ബിറ്റ്വീൻ ഐ ഹാഡ് ഫ്യൂ മോർ ഇൻട്രസ്റ്റ്സ്. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ജനറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്, എവല്യൂഷൻ സയൻസ് അങ്ങനത്തെ, പിന്നെ ആസ്ട്രോഫിസിക്സും ഇഷ്ടമായിരുന്നു. ഇങ്ങനത്തെ ജോണറൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ദിസ് വാസ് സംതിങ് ഐ ഹവ് ഓൾവേസ് ലൈക്ക് ഡൂയിങ്. എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു പ്രൊഫഷൻ ഇസ് ദിസ്. കാരണം നമ്മളെല്ലാവരും ഒരു ഡോക്ടറെ അത് ഡോക്ടറാണ് ഒരു അഡോർ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. പക്ഷേ ഇറ്റ്സ് എ വെരി ടഫ് ലോങ് ജേർണി. ഇപ്പൊ തന്നെ നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത് ഇൻ ബിറ്റ്വീൻ ആണ് ഞാൻ അറിയുന്നത്. ഇത്രയും നാൾ നമ്മൾ സംസാരിച്ചിട്ടും എനിക്ക് അറിയില്ലായിരുന്നു ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓക്കെ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റന്റ് റെസ്പെക്ട് പെട്ടെന്ന് വരും. ഇറ്റ്സ് എ ലോങ് ജേർണി. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഐ ജസ്റ്റ് ഫിനിഷ് മൈ MBBS. പക്ഷെ എന്നാലും ഐ ലൈക്ക് ബീങ് എ പാർട്ട് ഓഫ് ദിസ് ജേർണി. എനിക്ക് കുഴപ്പമില്ല, വിരോധമൊന്നുമില്ല, ഇഷ്ടമാണ് ഇങ്ങനെ പോകുന്നു. ഓക്കെ, ദെൻ മാളവികയുടെ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞു ഫോക്കസ്ഡ് ആണ്. ഇപ്പം കുഞ്ഞിലെ തന്നെ ഡോക്ടർ ആവണമെന്ന് നമ്മളായി. ഇതിൽ ഡാൻസ് പാട്ടെല്ലാം കറക്റ്റ് അങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് ഐ ആസ്ക് മാളവികയുടെ തന്നെ കുറച്ച് പോസിറ്റീവ്സ് ആൻഡ് ഒരു വീക്കർ സൈഡ് ചോദിച്ചാൽ എന്തായിരിക്കും? ലൈക്ക് ബോത്ത്. വീക്കർ സൈഡ് നമ്മളങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ലൈക്ക് പോസിറ്റീവ്സ് ഐ സേ നെഗറ്റീവ്സ് ഫസ്റ്റ് ആൻഡ് ദെൻ സേ പോസിറ്റീവ്സ്. നെഗറ്റീവ്സ് ഐ എം സെൻസിറ്റീവ്. ഞാനൊരു സെൻസിറ്റീവ് പേഴ്സൺ ആണ്. ഐ ഹാവ് ടു മച്ച് ഓഫ് എംപത്തി. അത് ചില സമയത്ത് നമുക്ക് ഇറ്റ് എഫക്ട്സ് അസ് എ ലോട്ട്, ചില സമയത്ത് ഇറ്റ്സ് ഓക്കെ. ലൈക്ക് സെൻസിറ്റീവ് ആകുമ്പോൾ പെട്ടെന്ന് കരച്ചിൽ വരും, പെട്ടെന്ന് ലൈക്ക് ആ ഒരു ടെൻഡൻസി ടു ക്രൈ കുറച്ച് കൂടുതലാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ വീക്ക്നെസ് നമ്മളെവിടെയും പറയാൻ പാടില്ല എന്ന് പറയും. കരയിപ്പിക്കാൻ പറ്റുന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് ദാറ്റ്സ് വാട്ട് ഐ മീൻ. ബട്ട് ലൈക്ക് ഒരു മൂവി കണ്ടാൽ വേണമെങ്കിൽ ഇരുന്ന് കരഞ്ഞോളും. So that's like, yeah, I will relate to the situation. Empathy. അത് കുറച്ച് നല്ലതാണ്. to one point it's good to have empathy. എല്ലാം കുറച്ച് നല്ലതാണ്, കുറച്ച് ഇതാണ്. ഇപ്പോൾ one thing is there. I used to believe when I was ഒരു young, അപ്പോൾ തൊട്ട് I used to think നമ്മുടെ എല്ലാവരുടെയും സ്ട്രെങ്ത് തന്നെ നമ്മുടെ വീക്ക്നെസ്. ഫോർ എക്സാമ്പിൾ I can say my strength is my confidence, but if I become overconfident, that's my weakness. Yes. Similarly, I have empathy for people. എനിക്ക് എംപത്തൈസ് ചെയ്യാൻ പറ്റും. ഒരാളുടെ സിറ്റുവേഷൻ, അയാൾ പറയുന്ന വിഷമങ്ങൾ ഇരുന്ന് കേൾക്കാൻ പറ്റും. അതാണ് എൻ്റെ സ്ട്രെങ്ത്തും. പക്ഷേ അതേ സംഭവം കൂടുതലായി കഴിഞ്ഞാൽ ആ ആളുടെ വിഷമത്തിൽ ഞാനിരുന്ന് കരഞ്ഞ് അതെൻ്റെ വീക്ക്നെസ്സും ആവാം. ഇത് നമ്മൾ ഇഫ് ഓൾ ഓഫ് എസ് സിറ്റ് ആൻഡ് തിങ്ക് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും സെയിമാണ്. ഇഫ് ഒരാളുടെ സ്ട്രെങ്ത്ത് നമ്മൾ ഓവർ ആകുമ്പോൾ അത് വീക്ക്നെസ്സായി മാറും. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് വൈസ് വേഴ്സ, അത്രേ ഉള്ളൂ. പിന്നെ സ്ട്രെങ്ത് ഇസ് ലൈക്ക് എനിക്ക് ഒരു സംഭവത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ മടിയില്ല. യു ടെൽ മീ യു ഡു ദിസ്, ഐ വിൽ ട്രൈ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ട്രൈ ചെയ്യും. പിന്നെ കുറച്ച് കോമ്പറ്റീറ്റീവാണ്. കുറച്ച് നല്ല കാര്യമാണല്ലോ. നല്ലതുമാണ്. ടു മച്ച് ആയാലും കൊള്ളില്ല. ലൈക്ക് ഒരു കോമ്പറ്റേറ്റീവ് സംഭവം വരുമ്പോൾ ഐ വിൽ ഡു എനിത്തിങ്. അത് എങ്ങനെയെങ്കിലും അത് ജയിക്കാനെന്നല്ല, ഞാൻ അങ്ങനെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പറയണം ഓ ദേ വർ ഡിഫറെൻറ്റ് ഓൺ സ്റ്റേജ്. അത് പറയുമ്പോൾ നമ്മൾ വി ഗെറ്റ് ഹാപ്പി. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ഇപ്പോൾ എൻ്റെ കൂടെ നടന്ന എൻ്റെ പിള്ളേരും എല്ലാവരും ഡാൻസിലെ കുട്ടികളെല്ലാവരും അതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാര്യം കുഞ്ഞിലേ കണ്ട ഒരാളെ ഇങ്ങനെ നേരിട്ട് കാണാനൊക്കെ പറ്റിയപ്പോൾ. അപ്പോൾ എന്തായാലും ഇനി നല്ല നല്ല മൂവീസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ എന്തൊക്കെയാണോ കരിയറിൽ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ഡോക്ടറായിട്ടും ഇല്ലെങ്കിൽ സിംഗർ, അല്ലെങ്കിൽ നമ്മുടെ ഡാൻസിങ് രാഗാസിൻ്റെ ഷൂസ് ഓൾ ഓവർ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ഓവർ ദ വേൾഡ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.